പുതിയ ദൂത് ഒരു പുതിയ ഡയറി എഴുതി. അച്ഛനാമ സിസ്റ്ററിന് കുറച്ചുകൂടെ സമയം കൊടുത്തിട്ടെങ്കിൽ നന്നായിരുന്നു. കാരണം വളരെ വിശദമായ ഒരു പഠനമാണ്. ഒരു 1.5 മണിക്കൂർ നമുക്ക് പഠിക്കാനുള്ള വിഷയം അതുകൊണ്ട് പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമായ ഒരുപാട് കാര്യങ്ങളെ കുറിച്ചാണ് വിശദമാണ്. പക്ഷേ നമ്മുടെ ഇവിടുത്തെ സാഹചര്യത്തിൽ ഇന്നത് സാധിക്കാതെ പോയെങ്കിലും 14 മണിക്കൂർ കൊടുത്തു. അതിനകത്ത് അത് ഭംഗിയായിട്ട് സിസ്റ്റർ അത് ഉൾക്കൊള്ളിച്ച് ചെയ്യാനായിട്ട് സിസ്റ്ററിന് കഴിഞ്ഞു. അതോടെ സ്ഥിതിയാണ് അനേകർക്ക് അനുഗ്രഹമായ നിർത്തത്തെ ഉപയോഗിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വചന ശുശ്രൂഷയ്ക്ക് അനേകർ എഴുന്നേൽക്കണം. കാരണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന വേലക്കാരില്ലാത്തൊരു കാലഘട്ടത്തിലാണ് അതുപോലെ പ്രസംഗങ്ങളുണ്ട്. വാതെടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലഭിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരായി നിൽപ്പാൻ തക്കവണ്ണം യോഗ്യതയുള്ളതായിട്ടുള്ള അനേക ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും ദൈവം ഈ നാടുകളിൽ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കാരണം എത്ര വേല ചെയ്താലും തീരാത്ത വിധത്തില് ആവശ്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ കർത്താവ് തന്നെ പറഞ്ഞു, നിങ്ങൾ തല ഉയർത്തി നോക്കുവിൻ, വയല് വിളഞ്ഞു കിടക്കുകയാണ്. കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞതാളുടെ വയലുകളാണ് അവിടെ കിട്ടുന്നത്. അപ്പൊ കൊയ്ത്തിനു വേണ്ടി വിളഞ്ഞതാളുടെ വയലുകളെ കൊയ്തെടുക്കാൻ അനേക വേലക്കാരെ കർത്താവിന് ആവശ്യം. അതുകൊണ്ട് അനേകർ ഇനിയും നമ്മുടെ പ്രദേശത്ത് നിന്നൊക്കെ എഴുന്നേൽക്കട്ടെ. അതിന് ഈ സഭ മുഖാന്തരമായി ചിരട്ടെ. ഏതിനും ഒരു പയറ്റി തെളിയാനൊരു കളരി വേണം അല്ലേ? കാരണം ഞാനൊക്കെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ യു ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ വളർന്നു വന്നതുകൊണ്ടാണ്. വാസ്തവത്തില് ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ബാക്ക്ഗ്രൗണ്ട് മാത്രമല്ല, മർത്തോമാ ചർച്ചിലും ആയിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു മർത്തോമാ സഭയിൽ. കാരണം സഭയിലെ ഒരു അത്യാവശ്യം നല്ലൊരു കുടുംബത്തിൽപ്പെട്ടതായതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടായി. അപ്പൊ എനിക്കൊരു 10-15 വയസ്സായപ്പോൾ മുതൽ തന്നെ യുവജന സഖ്യത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ യുവജന സഖ്യത്തിൽ പ്രസംഗിക്കാൻ തുടങ്ങി ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. കുറെ വാക്യങ്ങൾ കാണാൻ ഇംഗ്ലീഷിലും മലയാളത്തിലും കാണാൻ വെച്ചിട്ട് ഞാൻ കയറി വാക്യങ്ങളെല്ലാം കൂടെ ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം അവസാനിച്ചു. അപ്പം പിന്നെ എല്ലാവരും പിന്നെ എന്റെ മുഖത്തോട്ട് നോക്കിയിരിക്കുക. ഞാൻ ആമയും പറഞ്ഞെങ്കിൽ ഇരുന്നു. ഈ പ്രാർത്ഥിക്കാൻ പഠിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം പ്രാർത്ഥിക്കാൻ തുടങ്ങി, പക്ഷെ നിർത്തേണ്ട എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പൊ പിന്നെ കൂടിയിരുന്നവരെല്ലാം കൂടെ ആമയും പറഞ്ഞു. എന്നുള്ളത് ഇങ്ങനെയൊക്കെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ പ്രാർത്ഥിച്ചും പ്രസംഗിച്ചും ഒക്കെ പഠിക്കുന്നു. അല്ലാതെ ഈ വെള്ളത്തിൽ നീന്തി പഠിക്കണമെങ്കിൽ കരയ്ക്കിരുന്നുകൊണ്ട് നീന്തി പഠിക്കാൻ പറ്റുമോ? നമ്മളൊക്കെ കുറെ കരയ്ക്ക് നീന്തി വരാം അല്ലേ? 6 മാസം 5 മാസം 6 മാസമൊക്കെ ഉള്ളപ്പോൾ നീന്തി വരാം. പക്ഷേ ശരിക്കും നീന്തി പഠിക്കണമെന്ന് വേണം. വെള്ളത്തിന് അറിയാം, കുറച്ച് വെള്ളം കുടിക്കും, കുറച്ച് താഴും, കുറച്ച് ചക്രശ്വാസമൊക്കെ വലിക്കും. അങ്ങനെയാ നീന്തി പഠിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ആത്മീയ ജീവിതത്തിലും ഇതൊരു എക്സർസൈസ്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ കർത്താവ് ദൂത് തരും, സംശയമൊന്നുമില്ല. വാതുറക്ക അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഞാൻ വായ് തുറക്കുമ്പോൾ വചനം നൽകപ്പെടേണ്ടതിനും അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്ന അപ്പോസ്തലൻ പറയുന്നുണ്ട്. എന്നാൽ നമ്മൾ ഒന്നും പ്രിപ്പയർ ചെയ്യാതെ കർത്താവ് തരുന്നത് ഞാൻ പറയാനെന്ന് പറഞ്ഞുകൊണ്ട് കയറി നിന്നാലേ ഈ ജനത്തിന് ആവശ്യമുള്ളത് കൊടുക്കണമെങ്കിൽ നമുക്കൊരു വാക്യം, എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. അപ്പോസ്തലന്മാരെ കുറിച്ച് കർത്താവ് ഉദ്ദേശിച്ചത്, അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, പൗലോസ് പറഞ്ഞു, കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തതെന്നാൽ. അപ്പോൾ ഒരു ദൈവദാസൻ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് ദൈവദാസി കർത്താവിൽ നിന്ന് പ്രാപിച്ച് ജനത്തിന് വിളമ്പുന്നവനായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ സ്വന്തം ജ്ഞാനത്തിന് ഇതിനകത്ത് വലിയ പ്രസക്തി. ഞാൻ അവരെ ചർച്ച പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ വാക്യമായിട്ടുള്ള വളരെ നല്ലൊരു വിശ്വാസി അദ്ദേഹം എന്നോട് പറഞ്ഞു, സാറേ ഈ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡിക്കൊക്കെ പ്രയോജനമുള്ള ഒരുപാട് ബുക്കുകളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ബ്രദറെ, ഞാൻ ഈ ഇൻഡക്റ്റീവ് ബൈബിൾ സ്റ്റഡി ഒത്തിരി കൂടെ കേട്ടാണ് പറഞ്ഞു. ഞാൻ അതിന് എതിരൊന്നുമില്ല. വചനം പഠിക്കുന്നത് നല്ലതാണ്, ബൈബിൾ കോളേജ് പഠിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു, എന്റെ ബ്രദറെ, ഞാൻ എന്റെ ഈ ദൂതുകളെല്ലാം ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചു തരും. ഞാൻ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ടാണ് പറയുന്നത്. ആരുടെയും ദൂത് കോപ്പി അടിച്ചതല്ല. ബുക്കുകൾ വായിക്കും, ദൈവത്തിന്റെ പരിശുദ്ധ
ആ വചനം തരും. ആ വചനത്തിൽ നിന്ന് ഞാൻ എഴുതിയിട്ടാണ് പ്രസംഗങ്ങളാണ് പ്രസംഗിച്ചത്. ഇതേപോലെ അവിടെയാണ് നേരത്തെ പറയുന്നത്, വചനത്തിങ്കൽ തീ കത്തണമെങ്കിൽ ആ വചനം ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ചതായിരിക്കണം. ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിച്ച വചനം വിളമ്പുന്ന വിളമ്പുകാർ മാത്രമാണ് ഞാനും നിങ്ങളും. അത് കവിഞ്ഞ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്കില്ല കേട്ടോ. അതെപ്പോഴും നമ്മൾ ഓർക്കണേ. നമ്മൾ എത്ര വലിയ പ്രാസംഗികനായാലും കർത്താവ് നമുക്ക് തന്ന കൃപയ്ക്കൊത്തവണ്ണം അത് വിളമ്പുന്ന വിളമ്പുകാരാണ് മാത്രമാണ് ഞാനും നിങ്ങളും എന്ന് എപ്പോഴും ഓർക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തന്നെ ദൈവം പിന്നെയും നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടേ. ഒരു വ്യക്തിയെ ദൈവകൃപയിലേക്ക് നടത്തുന്നത് നമ്മളാരെങ്കിലും ആണോ? ഇവിടെ നിൽക്കുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ, എന്റെ കഴിവ് കൊണ്ട്, എന്റെ ജ്ഞാനം കൊണ്ട്, എന്റെ പ്രാപ്തി കൊണ്ട് ഞാൻ അനേകരെ ദൈവകൃപയിലേക്ക് നടത്തിയെന്ന് ആർക്കെങ്കിലും ക്ലെയിം ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്കറിയാവുന്ന പോലെ ഒരു കോളേജിലെ പ്രിൻസിപ്പലായിരുന്നു, ഇന്ന് റിട്ടയർ ചെയ്ത മനുഷ്യനാണ് ഞാൻ. ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പലായിരുന്നു. എന്റെ യോഗ്യത കൊണ്ടോ എന്റെ പഠിപ്പോ ഒന്നുമല്ല, ദൈവ കൃപയാണ്. കർത്താവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാപിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നതാണ് വചനം. അവിടെയാണ് സ്ത്രീ എത്തുന്നത്. ഞാൻ ഇതൊന്നും പറയാൻ വന്ന കാര്യമല്ല, പ്രധാനപ്പെട്ട വിഷയം കിടക്കുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് ഞാൻ വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ച് തുടങ്ങിയതിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. ചില ദൈവദാസന്മാരും ദാസന്മാരും അല്ലാത്തവർ പുതുതായിട്ട് ഞാൻ കാണുന്നുണ്ട്. പരിചയമില്ലാത്തവരാണ്, ഇവിടെ പരിചയമുള്ളവരായിരിക്കും. ഞാൻ ആദ്യം കാണുന്നതാണ്, ക്ഷമിക്കണം. അതുകൊണ്ട് കഴിഞ്ഞ പ്രസംഗം മുഴുവൻ വീണ്ടും ആവർത്തിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓടിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത് ഈ ലോകത്തിൽ 4 വിധത്തിലുള്ള ആളുകളുണ്ട്. ആരൊക്കെയാണ്? അവിശ്വാസികൾ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ അനുഭവമാക്കാത്തതായിട്ടുള്ള നമ്മൾ പറയുന്ന വിശ്വാസികളല്ലാത്ത. രണ്ടാമത്തെ കൂട്ടർ വിശ്വാസികൾ. ആരാണ് വിശ്വാസി? യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് വിശ്വാസി എന്ന് പറയുന്നത്. ബാക്കിയൊന്നും ഞാൻ എടുക്കുന്നില്ല. എന്നാൽ വിശ്വാസിയുടെ ലെവലിൽ നമ്മൾ നിന്നാൽ പോരാ, അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ കയറണം. അതെന്താണ്? ശിഷ്യത്വം. അതിന്റെ വിശ്വാസികളുടെ എടുക്കുന്നില്ല സിസ്റ്റർ, കാരണം നമ്മുടെ ആർക്കിലേക്ക് കംപ്ലീറ്റ് പോകാൻ പറ്റത്തില്ല, ഇതാക്കണമല്ലോ. അപ്പോൾ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളി, മേക്ക് മീ ഡിസൈപ്പിൾസ്. അപ്പൊ ആരാണ് ശിഷ്യൻ എന്നുള്ളത് നമ്മൾ കണ്ടു. തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്തുകൊണ്ട് അവനെ അനുഗമിക്കുന്നവനാണ് അവന്റെ ശിഷ്യൻ. അതാണ് ശിഷ്യത്വം. എന്നാൽ അവിടെ നമ്മൾ നിൽക്കാനല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. മൂന്നാമതൊരു കൂട്ടരുണ്ട്. ആരാണത്? ചെവികള് തുളയ്ക്കപ്പെട്ടവർ. ആരാണ് ചെവികൾ തുളയ്ക്കപ്പെട്ടവർ? ആദ്യ നാളിൽ അത് പറയുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ദാസൻ 6 വർഷം സേവിച്ചു കഴിഞ്ഞാൽ അവനെ സ്വതന്ത്രനായി വിടണം. ഏഴാം വർഷം അവനെ സ്വതന്ത്രനായി വിടണം. എന്നാൽ അവിടെ ഒരു വ്യവസ്ഥയുണ്ട്. ആ ദാസന് വന്നതിന് ശേഷം യജമാനൻ അവന് ഭാര്യയെ കൊടുത്തതാണെങ്കിൽ ഭാര്യ അവനിരിക്കണം, ഭാര്യ യജമാനിരിക്കണം, ദാസിയായിരിക്കണം. ഇവന് സ്വതന്ത്രമായിട്ട് പോകണം. പക്ഷേ ആ ദാസൻ പറയുകയാണ്, ഞാൻ എന്റെ യജമാനെയും എന്റെ ഭാര്യയും മക്കളെയും സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഈ യജമാനിന്റെ അടിമയായിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞാൽ യജമാനൻ അവനെ കൊണ്ടുചെന്ന് കട്ടളക്കാലിനോട് ചേർത്ത് കമ്പി പഴിപ്പിച്ച് അവന്റെ കാത് കുത്തിത്തുളയ്ക്കും. കാത് കുത്തിത്തുളച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നേക്കും അവൻ ആ യജമാനന്റെ അടിമയാണ്. ഈ കുത്തിത്തുളയ്ക്കപ്പെട്ട ചെവി തുളയ്ക്കപ്പെട്ട ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം അവന് സ്വന്തമായി ഒരു താല്പര്യമില്ല. He has no desires of his own. He has no ambitions of his own. He has no complaints of his own. No murmuring, no grumbling. എന്താ അവന് ഒരു പരാതിയില്ല. അവന്റെ ഒറ്റ ഇഷ്ടമേ ഉള്ളൂ. എന്താ അവന്റെ ഇഷ്ടം? എന്റെ യജമാനനെ എനിക്ക് പ്രസാദിപ്പിക്കണം, എന്റെ യജമാനനെ എനിക്ക് അനുസരിക്കണം. ഹല്ലേലൂയ. എന്റെ യജമാനനോട് ചേർന്ന് എനിക്ക് നടക്കണം. കർത്താവിതാ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്നു. അവന് വിശ്വാസികളെ പോരാ, ശിഷ്യന്മാരെ പോരാ, കർത്താവിന് വേണ്ടി ചെവി തുളയ്ക്കപ്പെട്ട
ചിലർ ഈ നാളിൽ കർത്താവിന് വലിയ ആവശ്യമുണ്ട്. കർത്താവ് എന്ന് പറഞ്ഞാലും അനുസരിക്കുന്ന, ഒരു പോഷനെ പോലെ അനുസരിക്കുന്ന, അവന് എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലല്ലോ എന്നുള്ള പരാതി അവനില്ല. ഞാൻ എത്ര നാളായിട്ട് നിന്റെ കൂടെ നിൽക്കുന്നു, എനിക്കൊന്നും കിട്ടിയിട്ടില്ലെന്നുള്ള പരാതി അവനില്ല. അവന് ഒറ്റ ആഗ്രഹമുള്ളൂ, യജമാനെ അനുസരിച്ച്. അങ്ങനെ യജമാനനെ വേണ്ടി ചെവി തുളയ്ക്കപ്പെട്ട ദാസന് ദൈവം കൊടുക്കുന്ന ഒരു പ്രതിഫലമാണ്. ഈ നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞ് നിർത്തിയതേയുള്ളൂ. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 17. മലാക്കി 3:17 പെട്ടെന്നെടുത്ത് വായിച്ചാൽ. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ അവർ എനിക്ക് ഒരു നിക്ഷേപമായിരിക്കും. They shall be a treasure for me. അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കും. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ. അടുത്ത ഒരു വാക്യം കൂടെ വായിക്കാം. പുറപ്പാട് 19:5. ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. യു ഷാൽ ബി എ സ്പെഷ്യൽ ട്രഷർ ഫോർ മീ. ഒരു പ്രത്യേക സമ്പത്ത്. ആദ്യത്തെ വാക്യത്തിലേക്ക് വരാം. ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം. എന്താ ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസം? കർത്താവിന്റെ രണ്ടാമത്തെ വരവാണ്. ഇനി നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് മുമ്പോട്ട് പോകാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ അപ്പന്റെ പാദപീഠത്തിൽ ഇരിക്കുക. അപ്പ എലുവനെ അങ്ങോട്ട് തരികയാണ്. നാവിന്റെ അഗ്നി അഭിഷേകം ഒന്നാണ്. നാവിനെ വിശുദ്ധീകരിച്ചാട്ട് അങ്ങയുടെ വചനപ്രകാരമല്ലാത്തതൊന്നും സ്വന്തം ആലോചനയിൽ നിന്ന് മാറ്റാനും സൃഷ്ടിക്കുക. സ്വർഗമടിയനെ അനുവദിക്കരുത്. ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്താൻ സകലത്തിലും അങ്ങ് മഹത്വമെടുക്കണം. പുത്രന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. കർത്താവിന്റെ രണ്ടാമത്തെ വരവ്. കർത്താവ് രണ്ടാമത് വരുമോ? ഞാൻ മർത്തോമായില് കൺവെൻഷൻ പ്രസംഗനായി. അപ്പൊ ഞാന് ഒരു പ്രാവശ്യം ഈ ഡയോസിസില് കൺവെൻഷന് പ്രസംഗിക്കാനായിട്ട് എനിക്ക് ക്ഷണം കിട്ടി. ഈ കോട്ടയം കൊച്ചി ഭദ്രാസനത്തിൽ. അപ്പം കോട്ടയം ബൈബിൾ സെമിനാരിയുടെ മുറ്റത്ത് വെച്ചാണ് കൺവെൻഷൻ നടക്കുന്നത്. അപ്പം ഡയോസിസ് ബിഷപ്പാണ് എന്നെ ക്ഷണിച്ചത്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ അവസാനത്തെ ദിവസം ഞാൻ പറഞ്ഞു, തിരുവേനി ഞാൻ ഇന്ന് രണ്ടാം വരവാണ് പ്രസംഗിക്കാൻ പോകുന്നത്, ചിലപ്പോൾ ചില കോളിളക്കങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാമെന്ന് പറഞ്ഞു. അപ്പം തിരുവേനി എന്നോട് പറഞ്ഞടോ, ഞാനാണ് തന്നെ വിളിച്ചത്. ഈ അച്ഛന്മാരൊന്നുമല്ല, ഐ സെമിനാരിയിലെ പ്രിൻസിപ്പളും അല്ല, ഈ അച്ഛന്മാരൊന്നുമല്ല വിളിച്ചേക്കുന്നത്, ഞാനാണ് തന്നെ വിളിച്ചത്. അതുകൊണ്ട് ദൈവം എനിക്ക് തന്ന ദൂത് ദൈവകൃപയിൽ താൻ ശുശ്രൂഷിച്ചോ, വേറെ ഒന്നും ആലോചിക്കേണ്ടതെന്ന്. ഞാൻ രണ്ടാമത് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോ എന്റെ അമ്മോ, പ്രസംഗിച്ചിങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പേ അന്നത്തെ സഭാ ട്രസ്റ്റി, പേര് ഒരു ദിവസം ഞാൻ പറഞ്ഞു, സഭാ ട്രസ്റ്റി എന്നോട് പൊട്ടിയെന്ന്, നല്ല പരിചയമുള്ള മനുഷ്യനാ, ഭയങ്കര എന്നോട് സ്നേഹം തോന്നാണ്. എന്നോട് പൊട്ടിയത് തെറിച്ചു. പൊട്ടി തെറിച്ചിട്ട് പറഞ്ഞു, സാധനം തെറ്റിയ അബദ്ധങ്ങളാ വിളിച്ചു പറഞ്ഞേ. ഞാൻ ചോദിച്ചു, ഞാനെന്താ അബദ്ധം വിളിച്ചു പറഞ്ഞു? പഴയ നിയമത്തിലെ യഹൂദനെ ദൈവം ഒത്തിരി ആദരിച്ചു. ദൈവം അങ്ങനെയുള്ള ദൈവമാണോ? ഞാൻ ചോദിച്ചു, ബ്രദറെ പറ്റൂ, പഴയ ബൈബിളിലെ കാര്യമല്ലേ ഞാൻ പറഞ്ഞു, ബൈബിളില്ലാത്തതെല്ലാം പറഞ്ഞു. ഞാൻ പഴയ നിയമത്തിൽ വിശ്വസിക്കുന്നില്ല. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാ. അത് കഴിഞ്ഞ് പിറ്റേന്ന് ബൈബിൾ സെമിനാരിൽ പഠിക്കുന്ന ചെറുപ്പക്കാരെ അടുത്ത അച്ഛന്മാരാകാൻ പോകുന്ന സകലരും ഇരിപ്പുണ്ട്. അച്ഛന്മാർ മുഴുവനുണ്ട്. ഇവരെല്ലാം അവിടെ പ്ലാൻ ചെയ്ത് എന്റെ നേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഒരു അച്ഛൻ എഴുന്നേറ്റ് അത് ബൈബിൾ സെമിനാരിൽ പഠിപ്പിക്കുന്ന ഒരു അച്ഛനാ, ഡോക്ടറേറ്റ് ഒക്കെ ഉള്ള ഒരു അച്ഛനാ. അച്ഛൻ എഴുന്നേറ്റ് എന്നോടൊരു ചോദ്യം, എനിക്ക് അവസാന സാറിനോട് ചോദ്യം ചോദിക്കാറുണ്ട്. എന്തായാലും ഞാൻ ലോകാവസാനത്തോടും എല്ലാ നാളും നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ കർത്താവ് അവരോടില്ലേ? പിന്നെ കർത്താവ് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യം തോന്നും. തുടങ്ങിയോ? വാക്യമാ പറഞ്ഞേ. രണ്ടാം
മൂന്നവർ എന്റെ നാമത്തിൽ കൂടുന്നിടത്തൊക്കെ അവരുടെ നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ നടുവിലുള്ള കർത്താവിന് വേണ്ടി വീണ്ടും കാത്തിരിക്കണം. എന്നോട് നേരിട്ട് ചോദിച്ച ചോദ്യമാണ്, വേറെ ആരുന്നല്ല, നേരിട്ട് എന്നോട് ചോദിച്ചത്. അപ്പൊ എന്നെ സ്നേഹിക്കുന്ന ഒരു അച്ഛനോടുണ്ട്, അച്ഛൻ കണ്ണ് കാണിച്ചു, മിണ്ടണ്ടെന്ന്. കാരണം ഇവിടെ പ്ലാൻ ചെയ്തുകൊണ്ട് വന്നേക്കുന്നതാണ് ഇവിടെയുള്ളവരെ. അപ്പൊ ഇതൊക്കെ കേട്ടാൽ തോന്നും കർത്താവ് രണ്ടാമത് വരും. എന്താ ഉറപ്പ്? നിങ്ങളുടെ വായിക്കുന്നത് കേൾക്കട്ടെ. കർത്താവ് രണ്ടാമത് വരുമെന്ന് എന്താ ഉറപ്പ്? നമുക്ക് വാക്യം കിട്ടും. നമുക്ക് എല്ലാത്തിന്റെ അടിസ്ഥാനം വചനമാണ്. അപ്പോസ്തല പ്രവൃത്തി 1:11 എടുത്തേ. 10-11 വായിച്ചു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അത് കർത്താവ് പറഞ്ഞാണോ? ആണോ? അയ്യോ, അല്ല അല്ല ശലോമ സിസ്റ്റർ, കർത്താവ് പറഞ്ഞത് പറഞ്ഞേ. ഇവിടെ ഇത് ഞാനീ പറഞ്ഞെന്ന് വെച്ചാൽ ഞാൻ ഈ ക്വസ്റ്റ്യന് ഞാനൊരു വാക്ക് കിട്ടുന്നില്ല. രീതിയിൽ സംസാരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളോട് നാളെ വേറൊരാൾ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റണം. കർത്താവല്ല പറഞ്ഞ, ആരാ പറഞ്ഞേ? വെള്ളവസ്ത്രം ധരിച്ച 2 ശിഷ്യന്മാരല്ല, ദൂതന്മാർ, പുരുഷന്മാർ ദൈവദൂതന്മാരാണ്. അപ്പൊ വെള്ളവസ്ത്രം ധരിച്ച 2 ദൈവദൂതന്മാർ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് മേലോട്ട് പോകുന്നത് നോക്കി നിന്ന ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, അവൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. ഇനി ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം എടുത്ത്. ലൂക്ക് chapter 1:26. 6-ാം മാസത്തിൽ ദൈവം ഗബ്രിയേൽ ദൂതനെ നസ്രത്ത് എന്ന ഗലീല പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള യോസേഫ് എന്ന പുരുഷനെ വിവാഹം നിശ്ചയിച്ചിരുന്ന കന്യയുടെ അടുക്കൽ അയച്ചു. മറിയ എന്നായിരുന്നു. അടുത്ത ദൂതൻ അവളോട് അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. അടുത്ത വാക്യം. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ എത്ര ദൂതനാണെന്ന് പറഞ്ഞേ? ഒരൊറ്റ ദൂതൻ അല്ലെ? ദൈവത്തിന്റെ സന്നിധിയിരിക്കുന്ന ഗബ്രിയേൽ ദൂതൻ. ഗബ്രിയേലാണ് ദൂത് അറിയിക്കുന്ന ദൈവത്തിന്റെ പ്രധാന ദൂതൻ. അപ്പൊ ഒരു ദൂതൻ വന്ന് വിശുദ്ധ കന്യാമറിയമ്മയോട് പറയാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ അവള് ചോദിക്കുന്ന ഒരു മറുചോദ്യമുണ്ട്, പുരുഷനെ അറിയാത്ത ഞാൻ എങ്ങനെ ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കും? അപ്പോ ചരിത്രത്തിൽ അസാധ്യമായത് ഒന്ന് ശ്രദ്ധിക്കണേ. 2000 വർഷങ്ങൾക്ക് മുൻപ് ഒരു ദൂതൻ വന്നു പറഞ്ഞത് ചരിത്രത്തിൽ നിവർത്തിയായി എങ്കിൽ അവിടെ 2 ദൂതന്മാർ നിന്നോട് വിളിച്ചു പറയാണ്, ഈ കർത്താവ് അവൻ വേഗം വരും. ഞാൻ പറയും, കർത്താവിന്റെ 2ാമത്തെ വരവിന് കർത്താവ് is giving double emphasis to the fact that our Lord will come again. Hallelujah. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ, അതാണ് നമ്മുടെ ധൈര്യം. കാരണം 2 ദൂതന്മാർ, ഒരു ദൂതൻ വന്ന് പറഞ്ഞ അസാധ്യമായ കാര്യം ചരിത്രത്തിൽ നിറവേറി. ആ ചരിത്രത്തിലേക്ക് 2ആക്കി വിഭാഗിച്ചുകൊണ്ട് കടന്നു വന്ന യേശുവിനെ ഞാനും നിങ്ങളും ഇന്ന് ആരാധിക്കുന്നെങ്കിൽ, ലോകമെമ്പാടും അവരെ അനേകർ ആരാധിക്കുന്ന ഈ ദിവസത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും, അവൻ പോയതുപോലെ തന്നെ വേഗം വരുന്നതേയും. ഇത് 2 ദൂതന്മാർ പറഞ്ഞെങ്കിൽ ഇനി കർത്താവ് പറഞ്ഞതാണ് കാര്യം കൂടെ നമുക്ക് നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് തന്നെ ഉറപ്പ് തരികയാണ്, ഞാൻ വീണ്ടും വരും, നിങ്ങൾ എന്റെ അടുക്കൽ
ചേർത്തോളും. ഇനി അടുത്തൊരു ചോദ്യം വെച്ചാൽ ഈ കുറിക്കുകയും ചോദിക്കും. ഗുരുന്മാർ പറഞ്ഞു, കർത്താവ് പറഞ്ഞു, ശിഷ്യന്മാർ വല്ലതും പറഞ്ഞു. പൗലോസിന്റെ എടുക്കാൻ നമുക്ക് എബ്രായർ 9:28. എബ്രായർ 9:28. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി താൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ശിഷ്യന്മാർ പ്രധാനിയായ പൗലോസ് വിളിച്ചു പറയാണ്, അവൻ രണ്ടാമത് പ്രത്യക്ഷനാകും. ഹല്ലേലൂയ. മുമ്പോട്ട് പോകട്ടെ. ഇനി കൂടുതൽ തെളിവ് എനിക്ക് തരാനുണ്ട് കഴിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അടുത്ത പ്രസംഗത്തിൽ പ്രസംഗിക്കുമ്പോൾ അതുകൂടെ ആഡ് ചെയ്തോളാം. മുമ്പോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കാം. ഉണ്ട്. അത് ഞാൻ പിന്നെ വരുന്നുണ്ട്, വേറെ വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ പിന്നെ വരും സിസ്റ്റർ. പിന്നെ നമുക്ക് ഇപ്പോൾ ഇത്രയും ചിന്തിച്ച് ഞാൻ മുമ്പോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക. ഇനി കർത്താവിന്റെ തന്നെ രണ്ടാമത്തെ വരവിന് മുമ്പ് അവൻ ലക്ഷണങ്ങൾ വന്നു. എവിടാ? ലൂക്കോസ് 24 മുതൽ 10 എല്ലാം നമുക്ക് വായിക്കാൻ സമയമില്ല. മത്തായില്ലേ? മത്തായിയാണോ ലൂക്കോസ് ആണോ? മത്തായി 24 മുതൽ 14 വരെയുള്ള ഭാഗങ്ങളിൽ കർത്താവിന്റെ വരവിന് മുമ്പ് സംഭവിക്കേണ്ടതായിട്ടുള്ള അടയാളങ്ങൾ, ആ അടയാളങ്ങളുടെ നീണ്ട ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ കയറുന്നില്ല, കാരണം അത് പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ഇപ്പോഴെങ്കിലും തീരത്തില്ല. അവിടെ നമ്മൾ ഇതൊക്കെ പ്രധാനമായിട്ട് നമ്മൾ കാണുന്നത് എന്താ? ക്ഷാമം, ഭൂകമ്പം, പിന്നെ യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ, രാജ്യത്തോടും ജാതിയോടും എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെയായി ഉണ്ടാകും. ഇതെല്ലാം ഈറ്റ് നോമ്പിന്റെ ആരംഭമത്രേ. ഈറ്റ് നോമ്പിന്റെ ആരംഭം എന്ന് പറയുമ്പോൾ ദീസ് ആർ ഓൺലി സയൻസ് ഓഫ് ഹിസ് കമ്മിങ്. അതിന്റെ അടയാളങ്ങളുടെ ലക്ഷണങ്ങൾ മാത്രമാണ്. ഈറ്റ് നോമ്പെന്ന് പറയുന്നത് നമുക്കറിയാം. ഒരു സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടായാൽ ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും, ചിലപ്പോൾ ദിവസങ്ങൾ എടുക്കും. കാരണം എനിക്ക് തന്നെ അനുഭവമുണ്ട്. പിന്നെ മണിക്കൂറുകൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതേസമയത്ത് പെട്ടെന്ന് പ്രസവം നടത്തിയിട്ടുണ്ട്. മോളെ പ്രസവിച്ച സമയത്ത് ഒരുപാട് സമയമെടുക്കും ഡെലിവറി നടക്കാനായിട്ട്. ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ ഞങ്ങളുടെ മോളാണെങ്കിൽ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പ്രസവിച്ചെന്ന് പറഞ്ഞ് സിസ്റ്റർ ഇറങ്ങി വന്നു. അത്ര പെട്ടെന്നായിരുന്നു അവരുടെ ഡെലിവറി. അപ്പോൾ ഈറ്റിനോമെന്ന് പറയുമ്പോൾ എപ്പോൾ അവിടെ സംഭവിക്കാം. പക്ഷെ അതിന്റെ ആരംഭം എന്ന് കർത്താവ് പറഞ്ഞു. ഇനി ഞാൻ കൂടുതൽ എംഫസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് 33-ാം വാക്യമാണ്. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവേ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ആ നാളും നാഴികയും 33 വായിക്കുന്നത്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. 32 വായിച്ചു. അത്തിയെ നോക്കി ഈ ഒരു ഉപമ പഠിക്കുവേൻ. അതിന് കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേരിനടുത്തെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവേൻ. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. ഞാൻ അവിടെയാ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കും. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. ഈ അത്തി എന്തിനെ കാണും? 10-ാം വാക്യം വായിച്ചാട്ടെ. ഓശിയ 9:10. മരുഭൂമിയിൽ മുന്തിരിപ്പഴം പോലെയും ഇസ്രായേലിനെ കണ്ടെത്തി ആദ്യവൃക്ഷത്തിൽ ആദ്യമുണ്ടായ തലക്കനി പോലെ ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരെ കണ്ടു. അത്തി യഹൂദന്റെ സിംബലാണ്. അത്തിവൃക്ഷം തളിർക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് ഓർത്തുകൊള്ളി. ഇനി ആരാണ് യഹൂദൻ? അതെ, യഹൂദൻ ദൈവത്തിന്റെ സ്വന്തം ജനം. അബ്രഹാമുമായി ദൈവം ചെയ്ത ഉടമ്പടിയുടെ സന്തതികളാണ് യഹൂദജാതി, അല്ലെ? യഹൂദജാതിയെ ദൈവം തെരഞ്ഞെടുക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിന്റെ 1 മുതൽ 14 വരെയുള്ള ഭാഗത്ത്
ദൈവം അവർക്ക് കൊടുത്തതാണ് അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്നത്. എന്നാൽ 15 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ അവരുടെ മേൽ അവരെ കൊണ്ടുവന്ന ദൈവത്തെ അല്ലാതെ മറ്റുള്ള ബാൽവിഗ്രഹങ്ങളുടെ പുറകെ പോയാൽ അവരുടെ മേൽ ദൈവം വരുത്തുന്ന ശാപങ്ങളെ കുറിച്ചുള്ള ലിസ്റ്റ് അവിടെ നമ്മളെ കാണാനായിട്ട് സാധിക്കുന്നത്. അവിടെ എന്തുകൊണ്ട് യഹൂദനെ ദൈവം തള്ളിക്കളഞ്ഞു? അബ്രഹാം മുഖാന്തരം ദൈവം ചെയ്ത വാഗ്ദത്തമാണ് ഈ കാണുന്ന ഭൂമിയൊക്കെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി നൽകും. അങ്ങനെ അവകാശമായി നൽകുമെന്ന് ദൈവം പറഞ്ഞ വചനപ്രകാരം ഹിത്യർ, എബൂസ്യർ, കനാന്യർ ഇവരെ എല്ലാം കീഴടക്കി അവരുടെ പ്രദേശങ്ങൾ മുഴുവൻ അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം നിമിത്തം ദൈവം അബ്രഹാമിന്റെ സന്തതിയായി യഹൂദ ജാതിക്ക് കൊടുത്തു. എന്നാൽ ദൈവം കൊടുത്തപ്പോൾ അവർക്ക് കൽപ്പന കൊടുത്തു, നിങ്ങളെ മരുഭൂമിയിൽ കൂടെ നടത്തി ഫറവോന്റെ അടിമത്തത്തിൽ നിങ്ങളെ വിടുവിച്ച് നിങ്ങളെ ഇത്രയും കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവയെ മാത്രമേ നിങ്ങൾ സേവിക്കാവൂ, അവരെ മാത്രമേ ആരാധിക്കാവൂ. എന്നാൽ അവർ ആ ദൈവത്തെ വിട്ട് വാൽവിഗ്രഹങ്ങളുടെ പുറകെ പോയി, അന്യ ദൈവങ്ങളുടെ പുറകെ പോയി, ദൈവ കൽപ്പന ലംഘിച്ചു, ദൈവത്തെ അവർ പ്രവോക്ക് ചെയ്തതിന്റെ ഫലമായി അവരിതാ ഈ ശാപം മുഴുവൻ വലിച്ചു വെക്കുകയാണ്. ഇനിയാണ് വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധയോടെ എന്റെ കൂടെ വരണം. അപ്പോസ്തലൻ ഞാൻ നേരത്തെ പറഞ്ഞ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമ്മള് അനുഗ്രഹങ്ങളാണ്. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ നീ അനുസരിച്ച ഇന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മളിപ്പോ പോകുന്നില്ല, അതല്ല നമ്മുടെ വിഷയം. എന്നാൽ 14 മുതലുള്ള ഭാഗത്ത് 15 മുതൽ 24 വരെയുള്ള ഭാഗത്ത് ശാപങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതില് 1-2 വാക്യങ്ങൾ പ്രത്യേകം നമുക്ക് എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. 28-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം വായിച്ചു. ആവർത്തനം 28-ന്റെ 25. ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. നീ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഒരു ബാധയായിരിക്കും. ഈ ഭൂമിയിലെ സകല ആളുകൾക്ക് ഒരു ബാധയായിരിക്കും. ദൈവം കൊടുത്ത ശാപമാണ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. പക്ഷേ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ തീക്ഷ്ണത കാണാനായിട്ട് സാധിക്കും. പുതിയ നിയമത്തിൽ ദൈവം സ്നേഹമാണിത് വെളിപ്പെട്ടാണ് നമുക്കിപ്പോ എന്ത് തോന്നിയാസം കാണിക്കാൻ ഒരു മടിയില്ലാത്ത ദൈവദാസന്മാർക്ക് പറയുന്നവർ പോലും. പക്ഷെ നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണെങ്കിൽ ഒരിക്കലും നമ്മൾ മറന്നുപോയത്. പഴയ നിയമത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവം ആ ദൈവമാ. ഞാൻ മടങ്ങി വരട്ടെ. അപ്പോ 14-ാം വാക്യത്തില് നമ്മൾ കണ്ടു, 25-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ഞാൻ നിങ്ങളെ സകല ജാതികളുടെ ചിതറിക്കുമാറാക്കും. 64-ാം വാക്യം കൂടെ വായിച്ച് 28-ന്റെ 64. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ നീ ചിതറിക്കും. ഇത് സംഭവിച്ചോ? സംഭവിച്ചോ? അല്ലേ? യഹൂദൻ ചിതറിപ്പോകാത്ത രാജ്യം എവിടെയാണ്? കേരളത്തിലുണ്ടായിരുന്നു ഒരുപാട് പേര്, അല്ലേ? പട്ടാഞ്ചേരിയിലൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ കൽപ്പനകൾ ലംഘിച്ചാൽ ഞാൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും നിങ്ങളെ ചിതറിക്കുമാറാക്കും. ഇനി ഈ കർത്താവിനെ യെരൂശലേം ദേവാലയം കൊണ്ടു നടന്ന് കാണിച്ചപ്പോ, ഇതിന്റെ മനോഹാരിത ഒന്ന് കാണിച്ചപ്പോ കർത്താവ് എന്താ പറഞ്ഞു? ഇതിന്റെ ഒരു കല്ലിന്മേൽ മറ്റൊരു കല്ല് ശേഷിക്കാത്ത കാലം വരുമെന്ന്. ചരിത്രത്തിൽ നിറവേറിയതിലേക്ക് വരാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് ഒരു ഭാഗം കൂടെ നമുക്കത് വായിക്കണം. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെ. മർക്കോസ് 11-ന്റെ 12 മുതൽ 14 വരെ. ശ്രദ്ധിക്കണം, ഞാൻ വീണ്ടും പറയുന്നില്ല.
അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്നു. അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. അവൻ അതിനോട്, ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് ശിഷ്യന്മാർ കേട്ടു. അവർ യെരൂശലേമിൽ എത്തിയപ്പോൾ അവൻ ദേവാലയത്തിൽ കടന്നു. ദേവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി. പൊൻപാണിപ്പക്കാരുടെ മേശകളെയും പ്രാവുകളെയും വിൽക്കുന്നവരെയും പിന്നെ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ കാണുന്നുണ്ട്, പിന്നീട് ശിഷ്യന്മാർ അതുവഴി പോയപ്പോൾ അത്തി ഉണങ്ങി നിൽക്കുന്ന അവർ കണ്ടു. ഇവിടെ വളരെ രസകരമായ ഒരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. കർത്താവ് അത്തിയെ ശപിച്ചു, പക്ഷെ അത് അത്തിപ്പഴത്തിന്റെ എന്തൊരു കഷ്ടം. എന്താ എത്ര ക്രൂരന. ഇവിടെ അത്തിപ്പഴത്തിന്റെ കാലമല്ലാത്തൊരു കാലത്ത് അത്തിവൃക്ഷത്തിൽ ചെന്ന് ഫലം നോക്കിയിട്ട് അത് ഫലം കണ്ടില്ലെന്ന് പറഞ്ഞ് അത്തിയെ ശപിച്ചാൽ ദൈവം നീതിയുള്ള ദൈവമാണോ? എന്താണ് കാരണം? അത്തിയെ ശപിച്ചത് ദൈവം ലിറ്ററലി God was cursing the Jews. അക്ഷരാർത്ഥത്തിൽ ദൈവം യഹൂദനെയാണ് ശപിച്ചത്. കാരണം യഹൂദനെ ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കാൻ ദൈവം സൃഷ്ടിച്ച അത്തിവൃക്ഷമാണ്. പക്ഷേ അവൻ ഫലം കായ്ക്കാതെ, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്ന് നട്ടു, അതിന് ചുറ്റും വളമിട്ടു, വടകോരി അല്ലേ, ഞാൻ ചക്കും നട്ടു, പക്ഷെ കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ. കർത്താവിന്റെ നിലവിളി നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും പ്രവാചകത്തിലൂടെ. അപ്പോൾ ഫലം കൊടുക്കാതിരുന്ന കാട്ടുമുന്തിരിങ്ങ കായ്ച്ച യഹൂദനെ ദൈവം ലിറ്ററലായിട്ട് ശപിച്ച ഭാഗമായിട്ട് കാണുന്നത്. ഇത് എവിടെ നിവൃത്തിയാക്കി ചരിത്രം. എനിക്ക് ഈ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് പ്രസംഗിക്കാം. ഞാൻ അനേക വർഷങ്ങൾക്ക് മുൻപ് ഈ വിഷയം പഠിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിയ ആളാണ്. ഞാൻ ലോകത്തിന്റെ ഒരുപാട് ഭാഗത്ത് തമ്പുരാന്റെ വലിയ കരുണയാൽ പ്രസംഗിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. ഞങ്ങൾ സ്റ്റേറ്റ്സിൽ 2.5 മാസം മർത്തമാ സഭയുടെ ഒഫീഷ്യൽ കൺവെൻഷൻ സ്പീക്കറായിട്ട് പോയപ്പോൾ 6 സെന്ററുകളിൽ, അമേരിക്കയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള 6 സെന്ററുകളിൽ കൺവെൻഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ എല്ലാം 3-ാമത്തെ അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം, അവസാനത്തെ ദിവസം ഞാൻ കർത്താവിന്റെ രണ്ടാമത്തെ വരെ പ്രസംഗിച്ചു. ഇംഗ്ലണ്ടിൽ ചെന്നപ്പോഴും അതേപോലെ തന്നെയായിരുന്നു, കുവൈറ്റിൽ ചെന്നപ്പോഴും അതേപോലെയായിരുന്നു. ഞാൻ ഭദ്രാസന കൺവെൻഷന് ഡൽഹിയിൽ ചെന്നപ്പോഴും ബാംഗ്ലൂർ ചെന്നപ്പോഴെല്ലാം അവസാനത്തെ ദിവസം ഇതായിരുന്നു എന്റെ പ്രസംഗം മുഴുവൻ. കാരണം ഇത് ഓരോ പ്രാവശ്യം പ്രസംഗിക്കുമ്പോഴും എന്റെ വിശ്വാസം വർദ്ധിക്കും. സത്യമായിട്ടും ഞാൻ കുറച്ചുകൂടെ കർത്താവിന്റെ വചനത്തിൽ ഉറയ്ക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബൈബിളിലെ സകല പ്രവചനങ്ങളും അക്ഷരം പ്രതി നമ്മുടെ തലമുറയിൽ നിവർത്തിയാകുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഞാൻ നിങ്ങളും. ഹല്ലേലൂയ! എത്ര ദൈവത്തെ സ്തുതിച്ചാലും നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വിശ്വാസത്താൽ കണ്ടു, പക്ഷെ നമ്മൾ ഇന്ന് കണ്ണാൽ കാണുന്നു. കർത്താവ് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഓരോന്നും ഇന്ന് ചരിത്രത്തിൽ അക്ഷരം പ്രതി നിവൃത്തിയാകുക. എങ്ങനെ നിവൃത്തിയായെന്ന് അറിയണ്ടേ? അതാണ് ഏറ്റവും രസം. കർത്താവ് പറഞ്ഞു, കല്ലിനെ കല്ല് ശേഷിക്കാത്ത കാലം വരുന്നു. AD 70, ഇനി ഞാൻ ചരിത്രം പറയുന്നു. റോമൻ ചക്രവർത്തിയായിരുന്ന തീത്തോസ് അവൻ യെരൂശലേം നഗരം ആക്രമിക്കുകയും യഹൂദ നഗരം അവൻ പിടിച്ചെടുക്കുകയും ദേവാലയം അവൻ പൂർണ്ണമായി കംപ്ലീറ്റ് ആയിട്ട് ഇടിച്ചു നിരത്തിയപ്പോൾ അതിനെക്കുറിച്ച് ഐതിഹ്യം പറയുന്നത്, ആരോ രാജാവിനോട് പറഞ്ഞു, യഹൂദന്മാർ ദേവാലയം പണിതൊക്കെ ഓരോ കല്ലിന്റെ ഇടയ്ക്ക് സ്വർണ്ണ തകിട് വെച്ചിട്ടാണ്. ശലോമോൻ ദേവാലയം പണിതപ്പോ അങ്ങനെയാ പണിതത്. പക്ഷെ ശലോമോൻ പണിത ദേവാലയം നേരത്തെ ഇടിഞ്ഞുപോയി. ഇത് ശലോമോൻ പണിത ദേവാലയമല്ല അന്നേരം ഉണ്ടായിരുന്നത്, മറ്റൊരു ദേവാലയമാണ്. അതൊക്കെ വേറെ വിഷയമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ആ ദേവാലയത്തിന്റെ ഒരു കല്ലിന്റെ ഇടയ്ക്ക് സ്വർണ്ണ തകിട് വെച്ചിട്ടാണ് മറ്റേ കല്ല് വെച്ചിരിക്കുന്നത്. ആരോ പറഞ്ഞതനുസരിച്ച് രാജാവ് പറഞ്ഞു, എല്ലാം കംപ്ലീറ്റ് നമുക്ക് ഇടിച്ച് നിരത്തിയാക്കാം, അതിന്റെ ഇടയ്ക്കുള്ള സ്വർണ്ണങ്ങൾ മുഴുവൻ എടുത്തോളാം. പ്രിയമുള്ളവരെ, കർത്താവ് പറഞ്ഞു, കല്ലിന്മേ കല്ല് ശേഷിക്കാതെ. AD 70 ചരിത്രത്തിൽ അത് നിലവരും. ഞാനിത് ചരിത്രമാണ് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്യാം. AD 70 അത് ചരിത്രത്തിൽ നിവർത്തിയായി. AD 132 5 ലക്ഷത്തോളം യഹൂദന്മാർ ബെൻകച്ചമ എന്ന് പറയുന്ന നാട്ടിലുള്ള ഒരാളിന്റെ നേതൃത്വത്തിൽ അന്നത്തെ റോമൻ
റോമൻ സാമ്രാജ്യത്തോട് എതിർത്തു. വലിയൊരു വിപ്ലവം നയിച്ചു. പക്ഷെ റോമൻ ഗവൺമെന്റ് അത് കംപ്ലീറ്റ് ആയിട്ട് അടിച്ചമർത്തി. അന്ന് അനേക യഹൂദന്മാർ, ഏതാണ്ട് 5 ലക്ഷത്തോളം യഹൂദന്മാരെ അന്ന് കൊന്നൊടുക്കിയെന്ന് നമ്മൾ വായിക്കും. അതിനെക്കുറിച്ച് ചരിത്രം പറയുന്നത് യഹൂദന്റെ രക്തം യെരുശലേമിന്റെ തെരുവീതിയിൽ കുതിരയുടെ കടിഞ്ഞാണോളം ഒഴുകിയെന്നാണ്. എന്താ കാര്യം എന്നറിയാം? റീസൺ, കർത്താവിനെ ക്രൂശിച്ച സമയത്ത് പീലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യഹൂദ പ്രമാണികളെല്ലാം നിന്നോട് വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ പേരും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ. യഹൂദൻ ചോദിച്ചു വാങ്ങിച്ച ശാപമാണ്. ഇവിടെ ഞാൻ ഒരു കാര്യം സ്നേഹത്തോട് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ നാവിൽ നിന്ന് ശാപത്തിന്റെ വാക്കുകൾ വരരുത്. നമ്മുടെ കുഞ്ഞുങ്ങളെയോ നമ്മുടെ ഭാര്യയോ നമ്മുടെ മക്കളെയോ നമ്മുടെ ആരെയും ശപിച്ചുകൊണ്ടുള്ള വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരരുത്. നീ കുണം പിടിക്കത്തില്ലടാ, നീ നന്നാകത്തില്ലടാ, നീ നിന്റെ പെൺമക്കളോട് സാധാരണ അമ്മമാർ പറയുന്നത്, നീ നിന്റെ കെട്ടിച്ച വീട്ടിൽ ചെല്ലുമ്പോൾ അനുഭവിക്കുവടി. ഇതിനൊക്കെ പറയരുതേ. പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിച്ച് അതിന് പാപക്ഷമ വാങ്ങിച്ചോണം. കാരണം അത് ശാപമായി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ കിടക്കും. അനേകം ജീവിതത്തിലെ അനുഭവങ്ങൾ പറയാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല. ഒരു വാണിംഗ് മാത്രം തരികയാണ്. യാതൊരു കാരണവശാലും ശാപത്തിന്റെ വാക്കുകൾ നമ്മുടെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അനുഗ്രഹത്തിന്റെ വാക്കുകൾ മാത്രമേ വരാൻ പാടുള്ളൂ. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാക്കുകൾ കൃപയോട് കൂടിയതും മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടു. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. വചനം എന്നാ പറയുന്നത്? യഹൂദന്റെ രക്തം കുതിരയുടെ കടിഞ്ഞാണോളം ഒഴുകി. അവിടെ കൊണ്ട് തീർന്നില്ല. നമുക്കറിയാം, യഹൂദന്റെ ഹിറ്റ്ലർ ഈ ഗ്യാസ് ചേമ്പറിനകത്ത് കയറ്റി എത്രയോ കോടിക്കണക്കിന് യഹൂദന്മാരെ കൊന്നൊടുക്കി. യഹൂദ നഗരം അവർ പിടിച്ചതിന് ശേഷം യൂദ എന്നുള്ള പേര് പോലും അവർ മാറ്റി യഹൂദന്റെ ബദ്ധശത്രുവായ പലസ്തീൻകാരുടെ പേര് നൽകി, ഫിലിസ്ത്യരുടെ പേര് നൽകി. അങ്ങനെയാണ് പലസ്തീൻ എന്നുള്ള രാജ്യം ഉണ്ടാകാൻ കാരണം. അത് യൂദയായിരുന്നു. പക്ഷെ അതിന്റെ പേര് പോലും അവർ മാറ്റി യഹൂദന്റെ ബദ്ധശത്രുവായ ഫിലിസ്ത്യന്റെ പേരിന് യോജിച്ച വിധത്തിൽ പലസ്തീൻ എന്നുള്ള പേര് അവിടെ ഇട്ടു. ഇനി നമ്മുടെ ദൈവം ആരാ? അവൻ ദൈവിപ്പിക്കുന്ന അഗ്നിയാണ്. നോക്കിപ്പോയോ? അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവൻ. ഹല്ലേലൂയ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കാത്തവൻ. വാക്യമറിയാമോ? 145 സംഘത്തിന് 8 വാക്യം എടുക്കണ്ട, കുറിച്ച് വെച്ചാൽ മതി. 145:8. നമ്മുടെ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവൻ, എന്നേക്കും കോപം സംഗ്രഹിക്കാത്തവൻ. കർത്താവ് അവരെ തള്ളിക്കളഞ്ഞെങ്കിലും പണ്ട് തന്നെ പ്രവാചകന്മാർ മുഖാന്തരം ദൈവം അവർക്ക് ചില വാഗ്ദത്തങ്ങൾ കൊടുത്തിരുന്നു. ആ വാഗ്ദത്തങ്ങളാണ് നമ്മൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. ഈ വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്, എഴുതിയെടുക്കണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 29:14. യെരമ്യാ 29:14. നിങ്ങൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ പ്രവാസം മാറ്റും. ഞാൻ നിങ്ങളെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല ജാതികളിൽ നിന്നും എല്ലായിടങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സ്ഥലത്തേക്ക് തന്നെ മടക്കി വരുത്തും. ഹല്ലേലൂയ. കർത്താവ് അവരെ ചിതറിച്ചു കളഞ്ഞു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ സകല ദേശങ്ങളിൽ നിന്നും ഞാൻ നിങ്ങളെ ശേഖരിച്ച്
ഞാൻ നിങ്ങളെ വിട്ടുപോകുമാറാക്കിയ ദേശത്തേക്ക് തന്നെ മടക്കി വരുത്തും. ഹല്ലേലൂയ. രണ്ടാമത് ആമോസിന്റെ ആവർത്തന പുസ്തകം 30:4-5. ആവർത്തനം 30:4-5. നിനക്കുള്ളവർ ആകാശത്തിന്റെ അറുതി വരെ ചിതറിയിരുന്നാലും നിന്റെ ദൈവമായ യഹോവ അവിടെ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കും. അവിടെ നിന്ന് അവൻ നിന്നെ കൊണ്ടുവരും. ശ്രദ്ധിക്കണേ, നിന്റെ പിതാക്കന്മാർക്ക് കൈവശമായിരുന്ന ദേശത്തേക്ക് നിന്റെ ദൈവമായ യഹോവ നിന്നെ കൊണ്ടുവരും. നീ അത് കൈവശമാക്കും. നിന്നെ വർദ്ധിപ്പിക്കും. മതി 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 മതി. നോക്കണം, കർത്താവ് രണ്ടാമത്തെ വാഗ്ദത്തം അടുത്ത പ്രവാചകൻ. ഞാൻ ഈ ഓരോ പ്രവാചകന്മാരെ പ്രത്യേകം എടുക്കുക, കാരണം ഒരു പ്രവാചകൻ മാത്രമല്ല പല പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അത് മാത്രം കൊണ്ട് ചൂസ് ചെയ്യാം. ആവർത്തനം 30:4-5. ഇനി ആമോസ് 9:14-15. ആമോസ് 9:14-15. എന്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞ് കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യും. 3 വാക്യങ്ങൾ. ഇനി വേണ വാക്യങ്ങൾ എഴുതിയെടുത്തോ. തൽക്കാലം വായിക്കണ്ട, എഴുതിയെടുക്കുന്നവർ എഴുതിയെടുത്തോ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. Isaiah chapter 11 verses 11 and 12. ഇസക്കിയേൽ 37:21. യെശയ്യാ 37:21. ജെറമിയ 30:3. ഞാൻ സാമ്പിളായിട്ട് ഇവിടെ വാക്യങ്ങൾ എല്ലാ പ്രവാചകന്മാരും ഒന്ന് കവർ ചെയ്ത് വാക്യങ്ങൾ എടുത്തതാണ്. ഇനി ഒരുപാട് വാക്യങ്ങളുണ്ട്, തപ്പിയാൽ ഒരുപാട് വാക്യങ്ങൾ കിട്ടും. ഇത്ര വാക്യങ്ങൾ മതിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ഏത് വചനത്തിനും എന്ത് വേണം? ഉറപ്പ് കിട്ടാൻ എന്ത് വേണം? ഒത്തുവാക്ക് വേണം, ഇണ വേണം. ഏത് വചനവും നമ്മൾ വിശ്വസിക്കണമെങ്കിൽ ആ വചനത്തോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു വചനം നമുക്ക് ബൈബിളിലുണ്ടെങ്കിൽ ആ വചനം നമുക്ക് വിശ്വാസത്തിന് എടുക്കാം. കർത്താവ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അത്രയും വചനം ഇത്രയും മതിയെന്ന് ഞാൻ വിചാരിക്കും. ഇനി ഇതെന്തിങ്ങനെ ചരിത്രത്തിൽ നിറവേറിയെന്നിങ്ങനെ അറിയണ്ടേ? യഹൂദ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ, വളരെ നല്ല തമാശയായിട്ട് തോന്നും. യഹൂദൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറിക്കുന്നു. അഡ്രസ് പോയി, യഹൂദൻ എന്നുള്ള ദേശം പോലും പോയി. അവൻ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ചിതറക്കും. പക്ഷേ ഈ ചിതറപ്പെട്ട യഹൂദനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവം ചരിത്രത്തിൽ ഇടപെട്ടതായി വായിക്കട്ടെ, നമ്മൾ ചിന്തിക്കാത്തത്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടന് വെടിമരുന്നിന്റെ ഷോർട്ടേജ് ഉണ്ടായി. ഫസ്റ്റ് വേൾഡ് വാർ. വെടിമരുന്നിന്റെ ഷോർട്ടേജ് ഉണ്ടായപ്പോൾ സഖ്യകക്ഷികൾ ഓൾമോസ്റ്റ് തോൽക്കുമെന്നുള്ള അവസ്ഥ വന്നു. ആകെ വിഷമിച്ചിരുന്ന സമയത്ത് ജെയിംസ് വെയ്സ്മാൻ എന്ന് പറയുന്ന ഒരു യഹൂദ ശാസ്ത്രജ്ഞൻ അവനൊരു വലിയ കണ്ടുപിടുത്തം നടത്തി. ആ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ വായുവിൽ നിന്ന് നൈട്രജൻ വേർതിരിച്ച് ആ നൈട്രജൻ കൊണ്ട് ഗൺ പവർ ഉണ്ടാക്കാമെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. നമ്മൾ ശ്വസിക്കുന്ന വായുവിന്റെ 80% നൈട്രജനാണ്. നമ്മൾ വിചാരിച്ചിരിക്കുന്ന മുഴുവൻ ഓക്സിജനാണ്. നല്ല അറിവുള്ളത്. 80% ഓഫ് ദ എയർ വി ബ്രെത്ത് കണ്ടെയ്ൻസ് നൈട്രജൻ. ഈ നൈട്രജൻ അന്തരീക്ഷ വായുവിൽ നിന്ന് വേർതിരിച്ച് അദ്ദേഹം ഗൺ പവർ ഉണ്ടാക്കി ബ്രിട്ടീഷ് രാജ്യത്തിന് കൊടുത്തു. പിന്നെ അത് എത്തിക്കാൻ അദ്ദേഹം വേറൊരു വലിയ സൂത്രം കൂടെ ചെയ്തു. മഞ്ഞുകളിൽ ഇത് പൊതിഞ്ഞ് വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിട്ട് ഒരു വിധത്തിലും ആർക്കും പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ സഖ്യകക്ഷികളുടെ ആർമി ക്യാമ്പുകളിൽ ഇത് എത്തിക്കുകയും ചെയ്തു.
ഭയങ്കര മിറക്കിളാണ്. അപ്പൊ അങ്ങനെ എത്തിച്ചതോടുകൂടി ഫസ്റ്റ് വേൾഡ് വാറില് ബ്രിട്ടന്റെ തോൽവി ഒഴിവായി. ബ്രിട്ടന്റെ തോൽവി ഒഴിവായി കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിളിച്ച് ജെയിംസ് വെയ്സ്മാനോട് ചോദിച്ചു, നിന്റെ വലിയ കണ്ടുപിടുത്തമാണ് ഞങ്ങളെ വലിയ തോൽവിയിൽ നിന്ന് രക്ഷിച്ചത്. വാട്ട് യു നീഡ് എ പ്രസന്റ് ഫോർ ദിസ്? നിനക്ക് ഇതിന് എന്ത് പ്രതിഫലം വേണം? ജെയിംസ് വെയ്സ്മാൻ ഈസ് എ ഫണ്ടമെന്റലി ജൂ. അവനൊരു യഹൂദനാണ്. അപ്പൊ യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ബോധം എന്ന് പറഞ്ഞാൽ അവന്റെ വാക്തത്വ നാടായ യെരൂശലേമാണ്. അവൻ പറഞ്ഞു, we want Jerusalem as our nation. ചരിത്രപരമായി അസാധ്യം, നടക്കുന്ന കാര്യമല്ല. വർഷങ്ങളായി മുസ്ലിം രാജ്യങ്ങളാണ് അവരുടെ ആധിപത്യത്തിന് കീഴിൽ ഇരിക്കുകയാണ്. ഇത് തിരിച്ചു പിടിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ God was in it. ദൈവം അതിനകത്തുണ്ടായിരുന്നു. അവനെ കൊണ്ട് ദൈവം ചോദിപ്പിച്ചതാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ് പറഞ്ഞു, ഓക്കെ, we will give you Jerusalem as a Christmas present. അങ്ങനെ ഇനി ഞാൻ ചരിത്രത്തിലേക്ക് ഇതൊക്കെ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്യാം. സംശയമുള്ളവർക്ക് ഫസ്റ്റ് November 2nd, 1917 ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ആളുടെ ഒരു വലിയ ഡിക്ലറേഷനിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒപ്പുവെച്ചു. ആ ബാൽഫർ ഡിക്ലറേഷൻ അനുസരിച്ച് യഹൂദന് സ്വന്തമായി ഒരു രാജ്യം പ്രോമിസ് ചെയ്തുകൊണ്ടുള്ള ഒരു കരാറാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ആ കരാർ അനുസരിച്ച് യഹൂദന് യെരുശലേമിൽ ഒരു രാജ്യം, ഒരു സ്ഥലം അവന് അവകാശമാക്കി കൊടുക്കും. ഇത് അവകാശമാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഡേവിഡ് ലോയിഡ് ജോർജ്, അന്നത്തെ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം തന്റെ ജനറൽ എഡ്മണ്ട് അല്ലൻബി എന്ന ഈ വാക്യം, ഈ പേരിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ജനറൽ എഡ്മണ്ട് അല്ലൻബി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സൈന്യാധി മേജറെ വിളിച്ചിട്ട് പറഞ്ഞു, we want Christmas present, we want Jerusalem as a Christmas present for the nation എന്ന് പറഞ്ഞ് അവനെ ചുമതലപ്പെടുത്തി. 6 നൂറ്റാണ്ടായി തുർക്കിയുടെ അധീനതയിലായിരുന്ന ജെറുസലേം. ചരിത്രം പറയുന്നത് ജനറൽ അലൻബി could capture the city of Jerusalem even without firing a single shot. എന്താ സംഭവിച്ചെന്നറിയാമോ? ജനറൽ അലൻബിയും സൈന്യവും യെരുശലേമിന് നേരെ മാർച്ച് ചെയ്തപ്പോൾ ദൈവം തുർക്കികളുടെ ക്യാമ്പിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കി. ജനറൽ അലൻബി വരുന്നത് കേട്ടത് അല്ലാഹ് എൻ വായിന, ദൈവം നമുക്കെതിരായി വരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? എത്രയോ സംഭവങ്ങളുണ്ട് പഴയ നിയമത്തിൽ. ശത്രുവിന്റെ പാളയത്തെ കലക്കി അവനെ ഓടിക്കുമാറാക്കിയ കൊള്ള മുതൽ മുതുവൻ തന്റെ ജനത്തിന് നൽകിയവനാ നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. അതാണ് നമ്മുടെ ധൈര്യം. ഈ ദൈവത്തെ നമ്മൾ സേവിക്കുന്നത് അറിവുപോയത്. ഹല്ലേലൂയ. ചരിത്രത്തിന്മേൽ അധികാരമുള്ളവൻ, ചരിത്രത്തെ നിയന്ത്രിക്കുന്നവൻ, അവനാണ് നമ്മുടെ ദൈവം. അവനാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ. അവനാണ് നമ്മുടെ മെസ്സിയ. ഹല്ലേലൂയ. മുമ്പോട്ട് പോകട്ടെ. അത് കഴിഞ്ഞ് 1948 വരെ ബ്രിട്ടനായിരുന്നു ഇതിന്റെ കൺട്രോൾ മുഴുവൻ. യഹൂദന് പൂർണ്ണമായ നിയന്ത്രണം കൊടുത്തിട്ടില്ല. എന്നാൽ 1948 May 14, 1948 May 14, 1948 ബ്രിട്ടൻ യെരുശലേമിൽ നിന്ന് പിൻവാങ്ങുകയും അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചുമതല യഹൂദന് കൈമാറുകയും ചെയ്തു. അങ്ങനെ സ്റ്റേറ്റ്ഹുഡ് ഓഫ് ഇസ്രയേൽ നിലവിൽ വരുന്നത് May 14, 1948. ഏറ്റവും രസകരമായ സംഭവം, ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ UN തൊട്ടു മുൻപുണ്ടായിരുന്ന അന്താരാഷ്ട്ര സംഘടന,
അവർ ഫോം ചെയ്തതിന് ശേഷം ആദ്യമായിട്ട് അപ്രൂവ് ചെയ്ത രാജ്യമെന്ന് പറയുന്നത് ഇസ്രായേലാണ്. ഇനി വീണ്ടും ഞാൻ ചരിത്രത്തിലേക്ക് വരികയാണ്. അങ്ങനെ യഹൂദന് സ്വന്തമായി ചെറിയ ഒരു രാജ്യം കിട്ടി, കാലുറപ്പിക്കാൻ ഒരു സ്ഥലം കിട്ടി. പക്ഷെ അത് പോരാല്ലോ. ദൈവം കൊടുത്ത വാഗ്ദത്തമുണ്ട്, അബ്രഹാമിന്റെ സന്തതിക്ക് കൊടുത്ത വാഗ്ദത്തം. ഈ കാണുന്ന ദേശമൊക്കെ നിനക്ക് സന്തതിക്കും തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തമുണ്ട്. നീ ചരിത്രത്തിലേക്ക് വീണ്ടും പോവുക. ജൂൺ 1967 6 days വാർ എന്നും പറഞ്ഞ് നിങ്ങൾ ഇന്റർനെറ്റിൽ തപ്പിയാൽ നിങ്ങൾക്ക് കിട്ടും. 1967 ഈജിപ്ത്, സിറിയ, ജോർഡൻ ഈ 3 രാജ്യങ്ങൾ ചേർന്ന് അവർ ഈജിപ്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന നാസറിനെ ഈ 3 രാജ്യങ്ങളുടെയും സർവ്വ സൈന്യാധിപനായി നിയമിച്ചുകൊണ്ട് യഹൂദനെതിരെ വലിയൊരു യുദ്ധം പ്രഖ്യാപിച്ചു. ഏറ്റവും രസം എന്ന് പറയുന്നത് നാസർ അന്ന് വലിയൊരു ബ്രോഡ്കാസ്റ്റ് നടന്നു, ടിവിയിൽ കൂടെ ഒക്കെ റേഡിയോയിൽ കൂടെ. അദ്ദേഹം പറഞ്ഞു 3 ദിവസത്തിനുള്ളിൽ ഇസ്രയേൽ എന്നുള്ള ഭൂപടം ലോകത്തിന്റെ ഭൂപടത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടാകത്തില്ല. ഇതൊരു വചനത്തിന്റെ നിവർത്തിയായി. 83-ാം സങ്കീർത്തനം 4-ാം വാക്യം എടുത്തേ. ഇസ്രായേൽ ഒരു രാജ്യമായിരിക്കാതവണ്ണം നാം അവരെ മുടിച്ചു കളയുക, അവരെ പേരിനി ആരും ഓർക്കരുത്. പക്ഷെ സംഭവിച്ചെന്നറിയാമോ? 6-ാമത്തെ ദിവസം യുദ്ധം അവസാനിച്ചപ്പോൾ യഹൂദന്റെ കയ്യിൽ ഗാസ മുനമ്പ് മുഴുവൻ, ഗോലാൻ കുന്ന് മുഴുവൻ, സീനായ് പെൻസില മുഴുവൻ, വെസ്റ്റ് ബാങ്ക് മുഴുവൻ യഹൂദന്റെ നിയന്ത്രണത്തിലായി. നോക്കണം, തുടർന്ന് നടന്ന ഓരോ യുദ്ധങ്ങളും ഞാൻ ഓരോന്നും എടുക്കുന്നില്ല. സമീപകാലത്തുണ്ടായ യുദ്ധങ്ങളെല്ലാം ഓരോ യുദ്ധങ്ങളും ഇസ്രായേലിന്റെ പരാജയമായിരുന്നു, വിജയമായിരുന്നു. അവൻ രാത്രികൾ പിന്നെ വിശാലമായിക്കൊണ്ടേയിരിക്കും. അവന്റെ സ്ഥലങ്ങളൊന്നും പിടിച്ചെടുത്തതൊക്കെ അല്പം പലസ്തീന് വേണ്ടി ഒരു അല്പം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതല്ലാതെ അവന്റെ സാമ്രാജ്യം പിന്നെ വിശാലമാക്കിക്കൊണ്ടിരിക്കുക. കാരണം എന്താ? അബ്രഹാമിനോട് ദൈവം ചെയ്തൊരു ഉടമ്പടി. ഹല്ലേലൂയ. പ്രിയ ദൈവജനമേ, ഓർക്കണം, നീ കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ദൈവം നിന്നോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ടോ? 1000 തലമുറ കഴിഞ്ഞാലും ദൈവത്തിന്റെ ദയ നിന്നെയും നിന്റെ കുടുംബത്തിന്റെയും ജീവിതത്തിൽ നിന്ന് നീങ്ങിപ്പോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചരിത്രമത നമ്മളെ പഠിപ്പിക്കുന്നത്, ഇസ്രായേലാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇസ്രായേൽ ഇന്നും ഒരു രാജ്യമായി ഉറച്ചു നിൽക്കുകയാണ്. ഇനി അടുത്ത ചോദ്യം, സാർ ഇത്രയൊക്കെ പോലെ പ്രസംഗിച്ചത് കർത്താവിന്റെ 2ാമത്തെ വരവുമായിട്ട് എന്താ ബന്ധം? ആകപ്പാടെ സാർ ഒരു വാക്യം പറഞ്ഞു അല്ലെ? ഇതാർക്ക് സംശയിക്കുന്നില്ല. എന്നാൽ ഇവിടെ നിറയെ ദൈവംശായ സംശയം കിട്ടരുത്. അതുകൊണ്ട് അവിടെ കൂടെ ഒന്ന് ഉറപ്പിച്ചേച്ച് നിങ്ങളെ വിടാൻ ഞാൻ ആഗ്രഹിക്കും. ഒറ്റ വാക്യം മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു വാക്യം കൂടെ എടുക്കണം നമുക്ക്. അതെ, ആ വാക്യം ഒന്ന് എടുത്ത്. ഏതാ വാക്യം? റോമർ 11:15 എടുത്ത്. റോമർ 11:15 എടുത്തെന്ന് വായിച്ചു. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? ഈ വാക്യം ഒന്ന് വിശദീകരിക്കണം. കാരണം അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കാരണമായി. യോഹന്നാൻ സുവിശേഷം നാം വായിക്കുന്നു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അപ്പോൾ യേശുക്രിസ്തു സ്വന്തം ജനമായ ഇസ്രായേലിന്റെ യഹൂദന്മാരുടെ നടുവിലേക്കാണ് വന്നത്. പക്ഷെ അവർ അവനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികളായി നമുക്ക് രക്ഷ കിട്ടി. നമ്മൾ ജാതികളാണോ? നമ്മൾ പകലോ മറ്റും കുടുംബക്കാർക്ക് ജാതികളോ? പ്രിയമുള്ളവരെ, യഹൂദനല്ലാത്തതെല്ലാം ജാതികളാണ്. ഒരു സംശയമില്ല. നമ്മുടെ കുടുംബം എത്ര വലുതായിരുന്നാലും തോമസ്
അപ്പോസ്തലൻ വന്നപ്പോ മാനസാന്തരപ്പെടുത്തി സ്നാനപ്പെട്ട ആദ്യത്തെ 5 എത്ര ബ്രാഹ്മണ കുടുംബം? 5 ബ്രാഹ്മണ അല്ലെ? 5 ബ്രാഹ്മണ കുടുംബത്തിൽ പെട്ടതിന്റെ സന്താന പരമ്പരയാണ് നമ്മളൊക്കെ ഇന്നായിരുന്നാലും. പക്ഷെ നമ്മളെല്ലാം ജാതികളാ. അപ്പൊ ദൈവ യഹൂദ ജാതിയെ തള്ളിക്കളഞ്ഞതുകൊണ്ട് ജാതികളായ നമുക്ക് രക്ഷപ്പെടും. അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിന് കാരണമായി എങ്കിൽ അവരുടെ അംഗീകരണം മരിച്ചവരുടെ ഉയർപ്പിനല്ലാതെ എന്താകും? ദൈവം യഹൂദനെ അംഗീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ ദൈവം യഹൂദനെ അംഗീകരിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി അടുത്തത് എന്ത് നടക്കണം? മരിച്ചവരുടെ ഉയർപ്പ് നടക്കണം. മരിച്ചവരുടെ ഉയർപ്പ് എപ്പോഴാണ് നടക്കുന്നത്? 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 15, 16, 17 വാക്യങ്ങൾ. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരെ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കർത്താവിന്റെ 2ാമത്തെ വരവിങ്കലാണ് മരിച്ചവരുടെ ഉയർപ്പ് നടക്കുന്നത്. മരിച്ചവരുടെ ഉയർപ്പെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച വിശുദ്ധന്മാര് മാത്രമേ അന്നേരം ഉയർക്കത്തുള്ളേ. ഞാൻ ഉയർത്തെന്ന് പറഞ്ഞ് കച്ച കെട്ടിയൊന്നും ആക്കിയിരിക്കല്ലേ. യേശുക്രിസ്തുവിന്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവവചനത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ച് വിശുദ്ധിയിൽ നമ്മളെ തന്നെ സൂക്ഷിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള കന്യകമാരെ പോലെ കാത്തിരിക്കുന്ന ബുദ്ധിയുള്ള കന്യകമാരെയാണ് അവന്റെ വരവിന് വരുന്നത്. അതൊരിക്കലും മറന്നുപോലെ ഞാനും അക്കൂട്ടത്തിലാണെന്ന് പറഞ്ഞ് ടേക്കൺ ഫോർ ഗ്രാൻഡ് എടുക്കല്ലേ. പക്ഷെ അതിന് വലിയ തന്ത്രമാണ്. ഞാൻ പള്ളി പോകുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തു, ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, എല്ലാം നല്ലതാ. അവിടെ ഒരു ഉദാഹരണം പറഞ്ഞോട്ടെ, ഞാൻ പറയാൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ ഇപ്പൊ ദൈവത്തിനാണ് നല്ല നിർമ്മിക്കും. അവിടെ കോളഞ്ചേരിയിലെ ഒരു പാവപ്പെട്ട ഒരു ഉപദേശിയുണ്ട്. ഈ ഉപദേശി ഇങ്ങനെ വൈകപ്പിലെല്ലാം നിന്നിങ്ങനെ പ്രസംഗിക്കും. അപ്പോൾ ഇങ്ങനെ ഒരിക്കൽ കോളഞ്ചേരി പാലത്തിന്റെ അടുത്ത് നിന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പം അവിടെ ഒരു വലിയ അടുത്തുള്ള കടയിൽ ഒരു വലിയ അച്ചാൻ ഇറങ്ങി വന്നിട്ട് ഉപദേശിയെ നീ എല്ലാം കഴിച്ചോ ചോദിച്ചു. അപ്പം പറഞ്ഞ് കൂട്ട സ്വാതന്ത്ര്യമുള്ള അച്ചാനാണ്. അച്ഛാ ഒന്നും കഴിച്ചില്ലല്ലോ. അവിടെ അടുത്തുള്ള ഹോട്ടലിലോട്ട് കൊണ്ടുപോയി വയറ് നിറച്ച് ചായയും പലഹാരം എല്ലാം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം മതിയായോ എന്ന് ചോദിച്ചു. മതിയായില്ല വന്ന ചായ. അത് കഴിഞ്ഞപ്പോൾ ഈ പൊന്നു ഈ ഉപദേശിയുണ്ടല്ലോ തിരിച്ചു ചോദിച്ചു, അച്ചായോ അച്ചാൻ എനിക്ക് വയറ് നിറച്ച് കാപ്പി പലഹാരം എല്ലാം എന്റെ നാമത്തിൽ ഒരു പാരപാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലം കിട്ടാതെ പോകേണ്ടെന്ന വചനം പറയും. അങ്ങനെയാണെങ്കിൽ അച്ഛൻ എത്ര വലിയ പ്രതിഫലമുണ്ട്. അത് കേട്ടപ്പോൾ അച്ഛൻ വലിയ സന്തോഷം. അത് കഴിഞ്ഞപ്പോൾ അടുത്തൊരു ചോദിച്ചു, അച്ഛൻ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, പ്രതിഫലം വാങ്ങിക്കാൻ അച്ഛൻ സ്വർഗത്തിൽ കാണുമോ? പ്രതിഫലം വാങ്ങിക്കാൻ അച്ഛൻ സ്വർഗത്തിൽ കാണുമോ? മനുഷ്യൻ ഞെട്ടിപ്പോയി. കാരണം ഉറപ്പില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും പ്രതിഫലമുണ്ട്, സംശയമൊന്നുമില്ല. നമ്മൾ ഏത് നല്ല പ്രവൃത്തി ചെയ്താലും പ്രതിഫലമുണ്ട്. പക്ഷെ പ്രതിഫലം കിട്ടണമെങ്കിൽ അങ്ങ് ചെല്ലണം. എന്ത് വേണം? രക്ഷിക്കപ്പെടണം. വിശുദ്ധിയിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. വചനത്തിനനുസരിച്ച് ജീവിക്കണം. എന്നാലേ അങ്ങ് ചെല്ലത്തുള്ളൂ. എന്നാലേ പ്രതിഫലം കിട്ടത്തുള്ളൂ. അല്ലെ നമ്മുടെ പ്രതിഫലം ഇവിടെ കൊണ്ട് അവസാനിക്കും. നമ്മുടെ നടന്നുകൊണ്ടൊക്കെ ദൈവം ദൈവം നീതിയുള്ള ദൈവം തന്നെ. ആരുടെയും കടക്കാരനൊന്നും അല്ല. അത് ഓർത്തോണം കേട്ടോ. നമ്മളൊക്കെ ഇന്നും ജീവനോട് ഇരിക്കുന്നത് അല്ലെ പൂർവ്വപിതാക്കന്മാർ ചെയ്ത നന്മകൊണ്ടാ. നമ്മുടെ നന്മയൊന്നും അല്ല. ഞാനിത് പറയുമ്പോൾ എന്നെ അനുഭവം ചേർത്ത് പറയാം. എന്റെ മാതാവ് ചെയ്തതിന്റെ നന്മയാണ് ഞാനിന്ന് അനുഭവിക്കുന്നത്. കുണ്ടറ എന്ന് പറഞ്ഞൊരു കുഗ്രാമത്തിൽ കിടന്നത് എന്നെ ദൈവം ഉയർത്തി. മലയാളം മീഡിയത്തില് പഠിച്ച എന്നെ കോളേജിന്റെ പ്രിൻസിപ്പലാക്കി. അത് കഴിഞ്ഞപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ICSE സിലബസിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിൽ എന്നെ പ്രിൻസിപ്പലാക്കി ദൈവം കിട്ടി. മലയാളം മീഡിയത്തിൽ പഠിച്ച് ഞാനാ ഇംഗ്ലണ്ടിൽ ചെന്നപ്പോ ഇംഗ്ലീഷ് പ്രസംഗിക്കേണ്ടി വന്നു. ഞാൻ പലപ്പോഴും
ഞാൻ എന്ത് യോഗ്യതയുള്ളൂ? ഒറ്റ യോഗ്യത മാത്രം, പിതാക്കന്മാർ ചെയ്തതിന്റെ നന്മ. പ്രതിഫലമുണ്ട്. ഞാൻ അത്രയും പറഞ്ഞ ഭാഗം വിടുകയാണ്. പ്രിയമുള്ളവരെ, പല കാര്യങ്ങളും വീണ്ടും ഓർമ്മിപ്പിക്കാൻ. ഇനി ചില കാര്യങ്ങൾ അവർക്കുള്ള ഇന്ന് ക്രിസ്തീയ കോളത്തിൽ ഈ പല ഉപദേശങ്ങളും കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് തന്നെ പല ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചിലർ പറയുന്നത് സഭ പീഡനത്തിൽ കൂടെ കടക്കും, പീഡനത്തിൽ കൂടെ കടന്ന് അന്ത്യക്രിസ്തുവിന്റെ പീഡന കാലഘട്ടത്തിൽ കൂടെ സഭ കടന്ന് അത് സർവൈവ് ചെയ്യുന്നവരെ മാത്രമേ സ്വർഗത്തിൽ ചെല്ലത്തുള്ളൂ എന്ന് പഠിപ്പിക്കുന്ന ഒരുപാട് വിശ്വാസികൾ, നല്ല വലിയ വിശ്വാസികളുണ്ട് കേട്ടോ, നല്ല സത്യവചനത്തെ പ്രസംഗിക്കുന്നവരൊക്കെ തന്നെയാണ്. പക്ഷെ ഈ കാര്യത്തിൽ അവർ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഞാൻ വ്യക്തിപരമായി സഭ പീഡനത്തിൽ കൂടെ കടക്കത്തില്ല എന്ന് വിശ്വസിക്കുന്നതാണ്. അതിനെന്താണെന്ന് ഞാൻ വെറുതെ ഞാൻ വിശ്വസിക്കുകയല്ല, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ചില തെളിവുകളിലൂടെ ഓടിച്ച് 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കും. 1:10-12:50 കറക്റ്റ് 1 ഞാൻ നിർത്തും. കാരണം മത്തായി ബ്രദർ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ ചോദിക്കുന്നു. മത്തായി ബ്രദർ ചിലപ്പോൾ പ്രസംഗിക്കാൻ അവസരം തന്നില്ല, ഉള്ള അവസരം കളയാതിരിക്കണമെങ്കിൽ സമയത്തിന് പറഞ്ഞു വരാം. നോക്കാം നമുക്ക്. ഇവിടെ ചില കാര്യങ്ങളൊക്കെ ചില വാക്യങ്ങളൊന്ന് എടുക്കണം, നമ്മളൊന്ന് ഉറക്കാൻ. യെരമ്യാ പ്രവാചക പുസ്തകം 30:7. യെരമ്യാ 30:7. ശ്രദ്ധ വായിപ്പോയോ? യെരമ്യാ 30:7. അത് യാക്കോബിന് കഷ്ടകാലം. ഏത് പീഡനകാലം ഇതേ കുറിച്ച് പ്രവാചകൻ പറയുകയാണ്. അത് യാക്കോബിന്റെ കഷ്ടകാലം. യാക്കോബ് ആരാ? നമ്മൾ യാക്കോബാണോ? നമ്മൾ ഇസ്രായേലിലൊന്നുമല്ല. യാക്കോബിന്റെ പരമ്പര എന്ന് പറയുന്നത് ഇസ്രായേലാ. 12 ഗോത്രങ്ങൾ. നമ്മളാരാ? ജാതികളാ. നാട്ടൊലിവായിരുന്നു നമ്മളെ നാട്ടൊലിവിനോട് ഒട്ടിച്ചു ചേർത്തതാ, അല്ലെ? We have been adapted into the kingdom of God. നമ്മൾ ദൈവരാജ്യത്തിലേക്ക് നമ്മളെ അഡപ്റ്റ് ചെയ്തതാ ക്രിസ്തുയേശുവിൽ കൂടെ. നമ്മൾ ജാതികളാ. അപ്പോൾ ജാതികളെ കുറിച്ചല്ല പറയുന്നത്, യഹൂദനെ കുറിച്ചാണ്. യാക്കോബിന്റെ കഷ്ടകാലം. അപ്പോൾ സഭ അതിനു മുൻപ് എടുക്കപ്പെടും. രണ്ടാമത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന തെളിവെന്ന് പറയുന്നത് മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 13. പെട്ടെന്ന് എടുക്കും. മത്തായി 25:13. നാളും നാഴികയും നിങ്ങൾ അറിയായതുകൊണ്ട് ഉണർന്നിരിക്കും. നാളും നാഴികയും നമ്മൾ അറിയത്തില്ല എന്ന് വ്യക്തമായ വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സഭ പീഡനത്തിൽ കൂടെ കടന്നതിന് ശേഷമാണ് നമ്മളെ ദൈവരാജ്യത്തിൽ കടക്കുന്നതെങ്കിൽ നമുക്ക് പീഡനത്തിൽ കൂടെ കടക്കുമ്പോൾ അറിയാമല്ലോ. ഏതായാലും പീഡനത്തിൽ കൂടെ കടക്കാണ്. ഇത് സർവൈവ് ചെയ്താലേ നമ്മൾ രക്ഷപ്പെടത്തോളം നമുക്കറിയാം. അപ്പൊ പിന്നെ ഈ വാക്യത്തിൽ പ്രസക്തിയുണ്ടോ? നാളും നാഴികയും നമുക്ക് വളരെ ക്ലിയറായിട്ട് അറിയാമല്ലോ. മഹോത്തര കാലം കഴിഞ്ഞ് 7 വർഷം കഴിയുമ്പോഴായിരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാമല്ലോ. അപ്പോ ഉറപ്പിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കർത്താവിന്റെ വരവ് അതിനു മുമ്പ് നടന്നിരിക്കും. 3, വെളിപാട് 7:4 മുതൽ 8 വരെ വന്നത്. വെളിപാട് 7:4 മുതൽ 8 വരെ. വെളിപാട് 7:4 മുതൽ 8 വരെയുള്ള ഭാഗത്ത് മുദ്രയേറ്റവരുടെ ഗോത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലേ? മുദ്രയേറ്റവരുടെ എണ്ണവും ഞാൻ കേട്ടു. ഇസ്രായേൽ മക്കളുടെ സകല ഗോത്രത്തിൽ നിന്ന് മുദ്രയേറ്റവർ 144,000. മതി. ഇസ്രായേൽ ഗ്രഹത്തിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും 12,000 വെച്ച് 12 ഗോത്രങ്ങളിൽ നിന്നും 1,44,000 പേരുടെ മേലാണ് മുദ്ര ഏൽക്കുന്നത്. അന്ത്യക്രിസ്തുവിനെ ആരാധിക്കാതെ മാറി നിൽക്കുന്നവരുടെ നെറ്റിമേൽ മുദ്ര ഏൽപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ 12 ഗോത്രങ്ങളുടെ പേരാണ്. അവിടെ ജാതികളായി നമ്മൾ ഇല്ല. ഇനി അടുത്തത് സങ്കീർത്തനം 74:19.
സങ്കീർത്തനം 74:19. നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കരുതേ. ദുഷ്ടമൃഗം അന്ത്യക്രിസ്തുവാണ്, കുറുപ്രാവ് ദൈവത്തിന്റെ മക്കളാണ്. അപ്പോൾ ദുഷ്ടമൃഗത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ സങ്കീർത്തനക്കാരന്റെ പ്രത്യാശയും അത് തന്നെയാണ്. വീണ്ടും 1 തെസ്സലോനിക്കർ 4:16-17 നമ്മൾ വായിച്ചു അല്ലേ? കർത്താവിനാൽ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രിയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങൾ വരുത്തും. അപ്പൊ അതാരെ കുറിച്ചാണ് പറയുന്നത്? രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ചാണ് പറയുന്നത്, യഹൂദനെ കുറിച്ചല്ല. യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരതിനകത്തുണ്ടാകും, പക്ഷേ യഹൂദ ജാതി മൊത്തമായി അതിനകത്ത് ഉണ്ടാകത്തില്ല. അടുത്തത് വെളിപാട് പുസ്തകം 6:16-17. വെളിപാട് 6:16-17. ഞങ്ങളുടെ മേൽ വീഴുവേൻ, സിംഹാസനത്തിരിക്കുന്നവന്റെ മുഖം കാണാത്ത വണ്ണവും കുഞ്ഞാന്റെ കോപം തട്ടാത്ത വണ്ണവും ഞങ്ങളെ മറക്കുവേൻ. അവരുടെ മഹാകോപ ദിവസം വന്നു, ആർക്ക് നിൽക്കാൻ കഴിയുമെന്ന്. ദൈവത്തിന്റെ മഹാകോപ ദിവസം വന്നു, സിംഹാസനത്തിലിരിക്കുന്നവന്റെ കോപം തട്ടാതെ വണ്ണം പർവ്വതങ്ങളെ ഞങ്ങളെ മറപ്പി, കുന്നുകളെ ഞങ്ങളെ മറപ്പി. എന്തിനു വേണ്ടി? കുഞ്ഞാടിന്റെ കോപം തട്ടാതെ വണ്ണം. നമ്മള് കുഞ്ഞാടിന്റെ കോപത്തിന്റെ കീഴിലാണോ? അല്ല. വി ആർ അണ്ടർ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൃപയുടെ കീഴിലാ. കൃപയുടെ പെട്ടകത്തിനകത്താ നമ്മള്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മള് പീഡനത്തിൽ കൂടെ കടക്കത്തില്ല. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ അവിടെ പറയാം. 2 തെസ്സലോനിക്കർ 2:7. 2 തെസ്സലോനിക്കർ 2:7. ഒന്നുകൂടെ വായിച്ചു. അധർമ്മത്തിന്റെ മർമ്മം പോലെ വ്യാപരിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകണം മാത്രം വേണം. വഴി അന്ത്യക്രിസ്തു വെളിപ്പെടാതെ വണ്ണം വഴിയിൽ നിന്ന് തടുക്കുന്നവൻ മാറിപ്പോകണം. വഴിയിൽ നിന്ന് തടുക്കുന്നവൻ ആരാ? പരിശുദ്ധാത്മാവ്. കർത്താവ് സഭയെ എടുക്കുന്നതോടുകൂടി പരിശുദ്ധാത്മാവാണ് ശുദ്ധവും ശുഭ്രമായ നിർമ്മല വസ്ത്രം ധരിച്ച് മണവാളന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന മണവാട്ടിയെ പോലെ സഭയെ കുഞ്ഞാടാകുന്ന മണവാളന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്ന ഉത്തരവാദിത്വം പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അതോടുകൂടി ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടും. പിന്നെ ഭൂമിയിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ല, പാപബോധം ഉണ്ടാവില്ല. അതുകൊണ്ട് ആളുകൾ വിചാരിച്ചാലും മാനസാന്തരപ്പെടാൻ പറ്റത്തില്ല. ഇന്ന് ആളുകൾക്ക് മാനസാന്തരപ്പെടാൻ അവസരം ലഭിക്കുന്നത് എന്തുകൊണ്ടാ? പരിശുദ്ധാത്മാവ് ഉള്ളിൽ പാപബോധം നൽകുന്നതുകൊണ്ടാ. അന്ന് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ മാറ്റപ്പെടുകയാണ്. പരിശുദ്ധാത്മാവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. കാരണം പരിശുദ്ധാത്മാവിന് ദൈവം ഈ ലോകത്തിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം തനിക്ക് വേണ്ടി ശുദ്ധവും ശുഭ്രമായ നിർമ്മല വസ്ത്രം ധരിച്ച ഒരു കൂട്ടം കന്യകമാരെ തനിക്ക് വേണ്ടി ഒരുക്കുവാനാണ്. ഹല്ലേലൂയ. കന്യകമാർ ഒരുക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് തന്റെ സഭയാകുന്ന കന്യകയും കൊണ്ട് അവൻ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. മധ്യാകാശത്തിൽ മണവാളന്റെ പേഴ്ച നടക്കും അല്ലെ? ഒരു പാട്ടുണ്ടല്ലോ, മധ്യാകാശത്തിങ്കൽ മണിപ്പന്തലിൽ മണവാട്ടി സഭയുടെ വേലി നടക്കും. ഹല്ലേലൂയ. ആ ദിവസത്തിനായി നമുക്ക് പ്രത്യാശയോടെ ഒരുങ്ങാം, വിശുദ്ധിയെ തികച്ചു നിൽക്കാം. കർത്താവിന്റെ വരവ് ഏത് സമയത്ത് സംഭവിക്കാം. പക്ഷെ ആരും നിങ്ങളെ ചതിക്കരുത്. കർത്താവ് അവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുതെന്ന് വചനം പറയുന്നു. ഞാൻ വാക്യെടുത്തില്ല, വിശ്വസിക്കരുതെന്ന് വചനം പറയുന്നു. പക്ഷേ ഇയാൾക്ക് ഏത് സമയത്ത് കർത്താവ് വരുന്ന സമയത്ത് എടുക്കപ്പെടുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ നമുക്കെല്ലാവരും നാം ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആരാധിച്ചതുപോലെ അവിടെയും നമ്മുടെ കർത്താവിനെ നിതാമുഖമായി കണ്ട് അവനെ ആരാധിക്കുന്ന. അത് മാത്രമല്ല
നമ്മളെ മരിച്ച പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള വലിയ പ്രത്യാശയാണ്. നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന സുതനം. ആ സുതനത്തിന് വേണ്ടി നമുക്ക് പ്രത്യാശയോടെ കാത്തിരിക്കാം. അവിടെ നമ്മൾ വിശുദ്ധന്മാരോട് ചേർന്ന് നാം കർത്താവിനെ മുഖാമുഖമായി കണ്ട് നാം അവനെ ആരാധിക്കാം. അതിന് നമ്മെ തന്നെ ഒരുക്കാം. ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുന്നതാണ്.